Hello friends, welcome to my channel. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദിൽകുഷാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമ്മുടെ സാധാ തേങ്ങ ബണ്ണാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓവനൊന്നും ഇല്ലാതെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ചെറു ചൂടുള്ള പാൽ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. പാലിൻ്റെ ചൂട് ഒത്തിരി കൂടണ്ട കേട്ടോ, ചെറിയ ഒരു ഇളം ചൂട് മാത്രമേ വേണ്ടൂ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു മൂടി വെച്ച് അടച്ച് 10 മിനിറ്റ് നമുക്കിതൊന്ന് ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതോടെ മാറ്റി വെച്ചിട്ട് മറ്റൊരു ബൗളിലോട്ട് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ മൈദയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, നമ്മുടെ ബണ്ണിന് ഒത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ മധുരത്തിലാണ് ബണ്ണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഓയിലും 1 മുട്ടയും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. കൈ വെച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രൈ ആയിട്ടാണ് നമ്മുടെ മാവ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് കൂടി ചെറു ചൂടുള്ള പാൽ ചേർത്ത് കുഴച്ചെടുത്താൽ മതി. മാവ് എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായി കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ മാവിന് മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിലിന് പകരം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ മാവിൻ്റെ മുകളിലും അതുപോലെ നമ്മൾ ഏത് ബൗളിലാണോ വെക്കുന്നത് ആ ബൗളിൻ്റെ ഉൾഭാഗത്ത് മുഴുവനായിട്ടും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ടാണ് ഞാനിത് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ക്ലീൻ റാപ്പ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നനഞ്ഞ തുണി അതിന് മുകളിലിട്ടിട്ട് ഒരു മൂടി വെച്ച് അടച്ച് 2-2.5 മണിക്കൂറോളം നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് നാളികേരം ചെറുകിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയുടെ കൂടെ നമുക്ക് നട്ട്സും അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. നാളികേരം നല്ലതുപോലെ ചൂടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അതിനുശേഷം അതിലേക്ക് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ പഞ്ചസാര ഇട്ടിട്ട് ചൂടാക്കുമ്പോൾ നമ്മുടെ നാളികേരത്തിൽ ആ പഞ്ചസാരയൊക്കെ പിടിച്ച് നല്ലതുപോലെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. അങ്ങനെ ചൂടാക്കി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പഞ്ചസാര ചേർക്കേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് ജാം ചേർത്ത് ഇപ്പോൾ നാളികേരമൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ജാം ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും നല്ലൊരു കളറും നല്ല ടേസ്റ്റും കിട്ടും. ഇപ്പോൾ ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ നിർബന്ധമൊന്നുമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ കളറില്ലാണ്ട് ഉണ്ടാക്കിയെടുത്താലും മതി. ഞാനിപ്പോൾ വീഡിയോയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡിയായി അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ക്ലീൻ റാപ്പ് മാറ്റിയിട്ട് മാവ് നല്ലതുപോലെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് വീണ്ടും നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തു. ഇനി ഈ മാവിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. അങ്ങനെ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഞാൻ 2 ബോൾസ് പോലെ ആക്കിയെടുക്കുകയാണ്. അതിനുശേഷം അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തുന്നതിന് മുമ്പ് നമ്മളിത് ഏത് ഞാനിപ്പോൾ ഈ ഒരു ട്രേയിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ആ ട്രേയുടെ മീതെ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അതുമ്പോൾ തന്നെയാണ് പരത്തുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ എളുപ്പത്തിന് ഒരു ബട്ടർ പേപ്പർ ആദ്യം വിരിച്ച് അതിന് മുകളിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് നമുക്ക് എടുത്ത് മാറ്റാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു തട്ടിൽ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഞാൻ അതിൽ ബട്ടർ തേച്ച് പരത്തിയെടുക്കുകയാണ്. കൈ വെച്ചത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒത്തിരി നൈസായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്, ഒരു ചെറിയൊരു തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അരികുവശത്തേക്ക് ഫില്ലിങ് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് ഒട്ടിച്ചെടുക്കുന്ന നേരത്ത് ഒരു ഷീറ്റും കൂടി നമ്മളിതുപോലെ പരത്തിയെടുത്തിട്ട് അതിന് മുകളിലിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് അത് വിട്ടു പോരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു ഫില്ലിങ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് സെൻറ്ററിൽ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
അതിനുശേഷം നമ്മൾ അടുത്തത് മാറ്റി വെച്ചിട്ടുള്ള അടുത്ത ആ ഒരു മാവിൻ്റെ ബോളും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് പരത്തിയെടുത്തിട്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് ഈ നാളികേരത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തതിന് മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാനിതാ ഇത് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അരികുവശങ്ങൾ 2 ഷീറ്റിൻ്റെ അരികുവശങ്ങൾ തമ്മിൽ നന്നായി ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ സീലായില്ല എന്നുണ്ടെങ്കിൽ ഇത് ബേക്കായിട്ട് വരുന്ന സമയത്ത് വിട്ടു പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നന്നായിട്ട് സീലായി കിട്ടും കേട്ടോ. പിന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ട് ബട്ടർ അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കടായി പ്രീഹീറ്റ് ചെയ്യാനായിട്ടും വെക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്യാനും വെക്കാം. അപ്പോൾ ഞാൻ മുട്ട പതപ്പിച്ചതിലേക്ക് ബീറ്റ് ചെയ്തതിലേക്ക് ഒരു 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ പഞ്ചസാരയും ചേർത്തിട്ട് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് കടായും റെഡിയാക്കി വെച്ചു. ഇപ്പോൾ നമുക്ക് കുക്കറായാലും മതി. കുക്കറിൻ്റെ വാഷും അതുപോലെ അതിൻ്റെ ആ ഒരു വിസിലും കൂടി എടുത്ത് മാറ്റിയതിന് ശേഷം വേണം അത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ബണ്ണ് മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. കണ്ടില്ലേ, നമ്മൾ ആ മൂടി വയ്ക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നേക്കാളും കുറച്ചുകൂടി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണിൻ്റെ ആ ഒരു പ്ലേറ്റ് കടായിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ബണ്ണിന് മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബണ്ണിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കടായിയുടെ ആ മുകളിൽ ഒരു ഹോൾ ഉണ്ടെങ്കിൽ അത് ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഒരു 35 തൊട്ട് 40 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബണ്ണിൻ്റെ കളറൊക്കെ ഇതാ ചേഞ്ചായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബണ്ണ് ഇവിടെ റെഡിയായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ഇനി നമ്മുടെ ബണ്ണിന് മുകളിൽ നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് അതിൻ്റെ മീതെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് നനഞ്ഞ തുണിയൊന്നും വേണ്ട കേട്ടോ. സാധാ ഒരു തുണി കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് ഒന്ന് ആറും, അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ചെയ്യും. അങ്ങനെ നമ്മുടെ തേങ്ങാ ബണ്ണ് അല്ലെങ്കിൽ ദിൽകുഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ബണ്ണാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു ബണ്ണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.